learners, welcome back to another video of Commerce Companion. So, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ്. അതും കോർപ്പറേറ്റ് അക്കൗണ്ടിൽ തന്നെ ആ ഒരു മൊഡ്യൂൾ തന്നെയാണ് വരുന്നത്. സോ നമുക്ക് അതിൽ എന്തൊക്കെ കണ്ടൻസാണ് ഉള്ളത് നോക്കാം. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, മെത്തേഡ്. ദെൻ നമുക്ക് വരുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആൻഡ് എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, അതിൻ്റെ ജേർണൽ എൻട്രീസും പ്രോബ്ലംസും ആയിട്ടുള്ള ആ ഒരു പോർഷൻ. അതുപോലെ തന്നെ റീഓർഗനൈസേഷൻ ത്രൂ സറണ്ടർ ഓഫ് ഷെയർസ്, അതിൻ്റെയും ജേർണൽ എൻട്രീസും പ്രോബ്ലം നമ്മൾ ഡിസ്കസ് ചെയ്യും. ദെൻ നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നതാണ് ഓൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, അതിൻ്റെ ജേർണൽ എൻട്രീസും പ്രോബ്ലം. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് നമുക്ക് നോക്കാം. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഒരു പുതിയ കമ്പനി ഫോം ചെയ്യാതെ തന്നെ ആ ഒരു എക്സിസ്റ്റിംഗ് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്ട്രക്ചറിനകത്ത് വരുത്തുന്ന റീഓർഗനൈസേഷൻ. അത് പല രീതിയിൽ ഫിനാൻഷ്യൽ സ്ട്രക്ചർ നമുക്ക് ചേഞ്ച് ചെയ്യാം. സോ അത്തരത്തിൽ വരുത്തുന്ന ആ ഒരു ചേഞ്ചിനെയാണ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് ഇനി പറയുന്നത്. നമുക്ക് ഓരോന്നായി ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ അക്യുമുലേറ്റഡ് ലോസസ്, അതുപോലെ തന്നെ ഫിക്ടീഷ്യസ് അസറ്റ്, ഇൻടാഞ്ചിബിൾ അസറ്റ്, ഇതിനെല്ലാം റൈറ്റ് ഓഫ് ചെയ്യുന്നതിന് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ വഴി സാധിക്കും. മാത്രമല്ല ഷെയർസിൻ്റെ ഫേസ് വാല്യൂ റിഡ്യൂസ് ചെയ്യുന്നതിനും അതിൻ്റെ റിയൽ വാല്യൂ പ്രസൻറ്റ് ചെയ്യുന്നതിനും, ആ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ റിയൽ വാല്യൂ പ്രസൻറ്റേഷനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഒരു ഫേമിൻ്റെ ട്രൂ ആൻഡ് ഫെയർ പ്രസൻറ്റേഷനും ഈ ഒരു ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഹെൽപ്പ് ചെയ്യും. മാത്രമല്ല ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഇടയിൽ ഒരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നെറ്റ് അസറ്റിൻ്റെ റിയൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനും സഹായിക്കുന്നു. ഒരു കമ്പനിയുടെ ഗുഡ് വില്ല് എൻഹാൻസ് ചെയ്യാന്നുള്ളതും ഈ ഒരു ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഒരു കമ്പനിയിൽ നടത്താം. അതിന് രണ്ട് മെത്തേഡാണ് പറയുക: ഓൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. ഏതൊക്കെ രീതിയിലാണ് ഷെയർ ക്യാപിറ്റലിൽ ഓൾട്രേഷൻ വരുത്തുന്നതെന്ന് നമുക്ക് നോക്കാം. ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് നമുക്ക് ഷെയർ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ കൺസോളിഡേറ്റ് ചെയ്യാം ഷെയർസിന്, അതായത് സ്മോളർ ഡിനോമിനേഷനിലുള്ള ഷെയർസിനെ ലാർജർ ഡിനോമിനേഷനിലുള്ള ഷെയർസായിട്ട് കൺസോളിഡേറ്റ് ചേർത്ത് വെച്ചുകൊണ്ട്, അതുപോലെ തന്നെ ലാർജർ ഡിനോമിനേഷനിലുള്ള ഷെയർസിനെ സബ് ഡിവൈഡ് ചെയ്ത് സ്മോളർ ഡിനോമിനേഷനിലുള്ള ഷെയർസായിട്ട് മാറ്റാം. അതുപോലെ തന്നെ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർസിനെ കൺവേർട്ട് ചെയ്ത് സ്റ്റോക്കായിട്ടും, മാത്രമല്ല ഇതുപോലെ തന്നെ സ്റ്റോക്കിനെ ഫുള്ളി പെയ്ഡ് ഷെയർസായിട്ട് റീകൺവേർട്ട് ചെയ്യുകയും ചെയ്യാം. നെക്സ്റ്റ് വരുന്നതാണ് അൺഇഷ്യൂഡ് ആയിട്ടുള്ള ഷെയർസ്, അതിനെ ക്യാൻസൽ ചെയ്ത് കളയുക. സോ ഇത്രയും വേസിലാണ് പൊതുവെ ഓൾട്രേഷൻ നമ്മൾ ചെയ്യാറുള്ളത്. ഓൾട്രേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോക്കാം. മെയിൻലി ചെയ്യേണ്ടതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഇങ്ങനെ ഒരു കാര്യം, അതിൻ്റെ പ്രൊവിഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ടാകണം. പിന്നെ പറയുന്നതാണ് ഓർഡിനറി റെസൊല്യൂഷൻ പാസ് ചെയ്യണം, അത് ജനറൽ മീറ്റിങ്ങിലാണ് പാസ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് വരുന്നതാണ് രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് നോട്ടീസ് കൊടുക്കണം, അത് ഈ ഒരു ഓർഡിനറി റെസൊല്യൂഷൻ പാസ്സാക്കി വിത്തിൻ 30 ഡേയ്സിനുള്ളിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. സെബിയുടെ പെർമിഷനും ഈ ഒരു കാര്യത്തിൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളതാണ്. പക്ഷേ കോർട്ടിൻ്റെ കൺഫർമേഷൻ അത്ര നെസസറി അല്ല, അതില്ലെങ്കിലും കുഴപ്പമില്ല. റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ ചെയ്യുമ്പോൾ മെയിൻലി 3 വേസ് ആണുള്ളത്. പാർഷ്യലി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർസിനെ ഫുള്ളി പെയ്ഡപ്പ് ആയിട്ടുള്ള ഷെയർസായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പെയ്ഡപ്പ് ക്യാപിറ്റൽ എക്സസ് ആയിട്ട് തോന്നുന്നത്, കമ്പനിക്ക് നീഡ് കുറവുള്ള അതുപോലെ തന്നെ എക്സസ് ആയിട്ട് തോന്നുന്ന എമൗണ്ടിനെ റീഫണ്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒരു മെത്തേഡാണ് റിഡ്യൂസിങ് ദ പെയ്ഡ് ക്യാപിറ്റൽ, അതായത് പെയ്ഡ് ക്യാപിറ്റലിൻ്റെ എമൗണ്ട് അതിനെ റിഡ്യൂസ് ചെയ്യുന്നു. റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിൻലി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഈ ഒരു കാര്യം മെൻഷൻ ചെയ്തിരിക്കണം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. ട്രൈബ്യൂണലിൻ്റെയോ കോർട്ടിൻ്റെയോ കൺഫർമേഷൻ ഈ ഒരു റിഡക്ഷൻ്റെ കാര്യത്തിൽ റിക്വയർഡ് ആണ്. അതുപോലെ തന്നെ 30 ഡേയ്സിനുള്ളിൽ ഈ ഒരു ഓർഡർ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഫയൽ ചെയ്തിരിക്കണം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഇന്റേണൽ റീകൺസ്ട്രക്ഷനും എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലിൻ്റെ ആ ഒരു റീഓർഗനൈസേഷൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡക്ഷൻ, ഈ രണ്ട് മെത്തേഡിലൂടെ ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് തന്നെ അതിൻ്റെ ഫിനാൻഷ്യൽ സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുകയാണ്. എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പനി ലിക്വിഡേറ്റ് ചെയ്യപ്പെടുകയും ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുകയും ചെയ്യുന്നു.
ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷൻ്റെ സ്ഥലത്ത് ലിക്വിഡേഷൻ റിക്വയർഡ് അല്ല, പക്ഷേ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു കമ്പനി ലിക്വിഡേറ്റ് ആവുന്നുണ്ട്. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിൽ പുതിയ കമ്പനി ഒന്നും തന്നെ ഫോം ചെയ്യുന്നില്ല, പക്ഷേ എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനിൽ ഒരു പുതിയ കമ്പനി ഫോം ചെയ്യുന്നു. ഇൻറ്റേർണൽ റീകൺസ്ട്രക്ഷനിലെ ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം കൺസേൺ ചെയ്യുന്നത് ആ ഒരു ഓൾട്ടറേഷൻ ഓഫ് ക്യാപിറ്റലുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കും. ഈ ഒരു എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷനിൽ വരുമ്പോൾ ലീഗൽ ഫോർമാലിറ്റീസ് ലിക്വിഡേഷൻ അല്ലെങ്കിൽ ടേക്ക് ഓവറുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ. അതിൻ്റെ ജേണൽ എൻട്രീസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ജേണൽ എൻട്രീസ് പറയുമ്പോൾ അതിനൊരു 8 സ്റ്റെപ്പുകളായിട്ടാണ് ജേണൽ എൻട്രീസ് വരുന്നത്. സോ ഫസ്റ്റ് വരുന്നത് ഫോർ റിഡ്യൂസിങ് ദ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസിൻ്റെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ റിഡ്യൂസ് ചെയ്യുന്നു. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂ, ഷെയർസിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂ റിഡ്യൂസ് ചെയ്യുന്നു. ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് എങ്ങനെയാണ് സാക്രിഫൈസ് ചെയ്യുന്നത്, അപ്പോൾ വരുന്നത് ജേണൽ എൻട്രി. ദെൻ വരുന്നത് എന്തെങ്കിലും ക്രെഡിറ്റേഴ്സ് അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്. നെക്സ്റ്റ് വരുന്നതാണ് 5th പോയിന്റ്, അസറ്റിനകത്ത് എന്തെങ്കിലും കൂടുതൽ അപ്രീസിയേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാണ് 5th പോയിന്റിൽ വരാം. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്രിഫറൻസ് ഡിവിഡൻറ്റിൻ്റെ അരിയേഴ്സ്, അത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകൾ. ദെൻ വരുന്നത് 7th പോയിന്റിൽ വരുന്നത് എക്സ്പെൻസ് ഈ ഒരു റീകൺസ്ട്രക്ഷൻ്റെ ഭാഗമായിട്ട് പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജേണൽ എൻട്രീസാണ്. നമ്മുടെ ലാസ്റ്റ് പോയിന്റ് പറയുന്നത് പാസ്റ്റിലുള്ള അക്യുമുലേറ്റഡ് ആയിട്ടുള്ള ലോസസ്, അതുപോലെ തന്നെ ഫിക്ടീഷ്യസ് അസറ്റ്, എക്സസ് ആയിട്ട് വരുന്ന ഡിപ്രീസിയേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം റൈറ്റ് ഓഫ് ചെയ്യും. സോ ഇങ്ങനെ ഒരു 8 ജേണൽ എൻട്രീസ് ആണ് റിഡക്ഷൻ്റെ കാര്യത്തിൽ നമുക്ക് വരാം. സോ നമുക്ക് ഓരോ ജേണൽ എൻട്രീസും ഡിസ്കസ് ചെയ്യാം. ഓരോന്നിൻ്റെയും ജേണൽ എൻട്രി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യം വരുന്നത് ഫോർ റിഡ്യൂസിങ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് ഇക്വിറ്റി ഷെയർസ്, അതായത് ഇക്വിറ്റി ഷെയർസിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂനെ റിഡ്യൂസ് ചെയ്യുന്നു. സോ അതിന് കമ്പനിയിൽ ഇപ്പോൾ ഉള്ള ഇക്വിറ്റി ഷെയർസ് ക്യാൻസൽ ചെയ്യണം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനെല്ലാം ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് അതിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യുക, ഡെബിറ്റ് ആണ് ചെയ്യേണ്ടത്. സോ നമ്മൾ ഡെബിറ്റ് ചെയ്തിരിക്കുന്നു, അത് ഓൾറെഡി നോമിനേഷനിലുള്ളത്. സോ നമ്മൾ റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള പുതിയ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയാണോ അതിന് നമ്മൾ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞ് കാണിക്കുന്നു. അത് ന്യൂ ഡിനോമിനേഷനിലാണ്. ചിലപ്പോൾ ഓൾഡ് ഡിനോമിനേഷൻ ചിലപ്പോൾ 10 ആയിരിക്കാം, അത് ന്യൂവിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ 8 ആയിരിക്കാം ഒരു ഷെയറിൻ്റെ വില. സോ നമുക്ക് കിട്ടിയിട്ട് നമ്മൾ ആ കുറച്ച് ആ വാല്യൂ അത് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ടിലേക്കോ, അല്ലെങ്കിൽ ഇതിന് വേറൊരു പേര് പറയുന്നത് റീഓർഗനൈസേഷൻ അക്കൗണ്ട്, ഇത് 3 പറഞ്ഞാലും ഒരേ ഐറ്റം തന്നെയാണ് വരുന്നതെന്ന് ഓർത്ത് വയ്ക്കാം. സോ ഈ ഒരു അക്കൗണ്ടിലേക്ക് നമ്മൾ അതിൻ്റെ ആ ഒരു എമൗണ്ടിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇങ്ങനെയാണ് ഫസ്റ്റത്തെ ജേണൽ എൻട്രി വരുന്നത്. നെക്സ്റ്റ് വരുമ്പോൾ നമ്മൾ പറയുന്നത് ഇതുപോലെ തന്നെ പ്രിഫറൻസ് ഷെയർസിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂ റിഡ്യൂസ് ചെയ്യുന്നതിനെ പറ്റിയാണ്. സോ അത് റിഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്ത പോലെ തന്നെ സെയിം ഇക്വിറ്റിക്ക് പകരം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലായെന്ന് മാത്രം. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിനെ ആദ്യം ക്യാൻസൽ ചെയ്യാം, ദെൻ ന്യൂ ആയിട്ടുള്ള അതിൻ്റെ വാല്യൂ റെക്കോർഡ് ചെയ്യാം, ദെൻ എക്സസ് ആയിട്ടുള്ള ആ ഒരു എമൗണ്ട്, അതായത് നമ്മൾ ആ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന നമ്മൾ എന്ത് ചെയ്യുക, ക്യാപിറ്റൽ റിഡക്ഷൻ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ടിലേക്ക്. സോ ഇത്രയും കാര്യങ്ങളാണ് രണ്ടാമത്തെ ജേണൽ. മൂന്നാമത്തെയും ഏകദേശം സിമിലർ തന്നെയാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് ആണ് സാക്രിഫൈസ് ചെയ്യുന്നതെങ്കിൽ സോ അവരുടെ ഓൾഡ് വാല്യൂവിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, ദെൻ ന്യൂ വാല്യൂവിനെ നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു, ദെൻ ക്യാപിറ്റൽ റിഡക്ഷൻ. നമ്മൾ ഈ സെയിം പറഞ്ഞ ലോജിക്ക് തന്നെയാണ് ഇതിലും വരുന്നത്. സോ നെക്സ്റ്റ് വരുന്നതെന്ന് പറയുന്നത് എന്തെങ്കിലും റിഡക്ഷൻ എന്തെങ്കിലും ക്രെഡിറ്റേഴ്സ് അലോ ചെയ്തിട്ടുണ്ടെങ്കിൽ, സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ക്രെഡിറ്ററിനെ നമ്മൾ ഇത് തന്നെ ചെയ്യാം. ക്രെഡിറ്റർ അലോ ചെയ്തിരിക്കുന്ന ആ ഒരു റിഡക്ഷൻ്റെ എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു. ആ തന്നിരിക്കുന്ന എമൗണ്ട് ക്രെഡിറ്ററിനകത്തേക്ക് ആ ക്രെഡിറ്ററിനെ നമ്മൾ ക്യാൻസൽ ചെയ്യുന്നു. ആ തന്നിരിക്കുന്ന എമൗണ്ടിനെ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്കും ട്രാൻസ്ഫർ ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് നാലാമത്തെ എൻട്രി വരിക. നെക്സ്റ്റ് വരുന്നതാണ് അഞ്ചാമത്തെ എൻട്രി ഫോർ എനി അപ്രീസിയേഷൻ ഇൻ ദ വാല്യൂ ഓഫ് അസറ്റ്, അതായത് അസറ്റിൻ്റെ വാല്യൂ കൂടുന്നു. അസറ്റിൻ്റെ വാല്യൂ കൂടുന്നതുകൊണ്ട് തന്നെ അസറ്റിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു, അസറ്റ് അക്കൗണ്ട് കൂടുന്നു, ദെൻ ആ ഒരു അപ്രീസിയേഷൻ എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് വരുന്നത് ഇനി എന്തെങ്കിലും പ്രിഫറൻസ് ഡിവിഡൻറ്റിൻ്റെ അരിയേഴ്സ് ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റിൽ കാണിക്കുന്നുണ്ടെങ്കിൽ, സോ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പ്രിഫറൻസ് ഡിവിഡൻറ്റ് അത് എക്സ്പെൻസ് ആയിട്ട് തന്നെ അതിന് നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ആ ഒരു എമൗണ്ട് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അല്ലെങ്കിൽ റീകൺസ്ട്രക്ഷൻ അക്കൗണ്ടിലേക്ക് തന്നെയാണ്.
സോ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ എൻട്രി എന്ന് പറയുന്നത് എന്തെങ്കിലും റീകൺസ്ട്രക്ഷൻ എക്സ്പെൻസുകൾ പേ ചെയ്തിട്ടുണ്ടെങ്കിലുള്ളതാണ്. സോ അത് നമ്മൾ കയ്യിൽ നിന്ന് ബാങ്കിൽ നിന്നായിരിക്കും എടുത്ത് പേ ചെയ്തിട്ടുണ്ടാകാം. സോ നമ്മുടെ ബാങ്ക് കുറയുന്നതുകൊണ്ട് തന്നെ ബാങ്കിന് നമുക്ക് ക്രെഡിറ്റ് ചെയ്യുന്നു, എക്സ്പെൻസിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ എൻട്രി വരുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് റൈറ്റിംഗ് ഓഫ് പാസ്റ്റ് അക്യുമുലേറ്റഡ് ലോസസ്, ഫിക്ടീഷ്യസ് അസെറ്റ്, എക്സസ് ഡിപ്രീസിയേഷൻ എക്സെട്ര. ഇങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? സോ അക്യുമുലേറ്റഡ് ലോസസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ക്രെഡിറ്റ് ആണ് ചെയ്യേണ്ടത്. സോ ഇവിടെ മാത്രമാണ് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസ് ഉള്ളത്. സോ ഇതിന് നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. എന്തിനൊക്കെയാണ് നോക്കാം ക്രെഡിറ്റ് ചെയ്യുന്നത്? ഗുഡ്വില്ല്, സർപ്ലസ്, പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസും അതുപോലെ തന്നെ ഡിബെഞ്ചർ, പേറ്റന്റ്, ഫിക്സഡ് അസെറ്റ്, പ്ലാന്റ് ആൻഡ് മെഷീനറി, റീകൺസ്ട്രക്ഷൻ എക്സ്പെൻസ്, അതർ അസെറ്റ്, ക്യാപിറ്റൽ റിസർവ് എന്തെങ്കിലും. ഇങ്ങനെയുള്ള ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നത് യൂഷ്വലി ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്കാണ്. ഇതിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. അതെന്തിനാണെന്ന് വെച്ചാൽ റൈറ്റ് ഓഫ് ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് റീകൺസ്ട്രക്ഷൻ എക്സ്പെൻസും നമ്മൾ ഈ ഒരു ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് റിഡക്ഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലിൻ്റെ ജേർണൽ എൻട്രീസ് ആയിട്ട് വരുന്നത്. ഇനി നമുക്കതിൻ്റെ പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഇന്റേണൽ റീകൺസ്ട്രക്ഷനിൽ ക്യാപിറ്റൽ റിഡക്ഷനായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രോബ്ലം ആണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോവുക. സോ നമുക്ക് ഇന്റേണൽ റീകൺസ്ട്രക്ഷന് മുമ്പുള്ള ഒരു കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അഡീഷണൽ ആയിട്ട് വരുന്ന കുറച്ച് ഇൻഫോർമേഷൻസ്, അതായത് ഈ റിഡക്ഷൻ്റെ സ്കീമിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നതെന്ന് കൊടുത്തിട്ടുണ്ട്. സോ നമ്മളിവിടെ നോക്കിക്കഴിയുമ്പോൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ വാല്യൂ റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഡിബഞ്ചറിൻ്റെ ലയബിലിറ്റി അത് റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ക്രെഡിറ്റേഴ്സ് റിഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവരുടെ വാല്യൂ. അതുപോലെ തന്നെ റൈറ്റ് ഓഫ് ചെയ്യുന്നത് ഗുഡ്വില്ല്, ഫിക്ടീഷ്യസ് അസെറ്റ്, അതുപോലെ തന്നെ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെപ്റ്റ് മാത്രമല്ല ബാക്കിയുള്ള വാല്യൂവിനെ സ്റ്റോക്കിലേക്ക് എഴുതാനും പറഞ്ഞിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു റൈറ്റ് ഓഫ് വന്നിരിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ക്യാപിറ്റൽ റിഡക്ഷൻ്റെ ആ ഒരു സ്കീമിനകത്ത് പറഞ്ഞേക്കുന്നത്. സോ നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ജേർണൽ എൻട്രീസും അതുപോലെ തന്നെ ഈ റീകൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുള്ള പുതിയ ബാലൻസ് ഷീറ്റുമാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് പ്രിപ്പയർ ചെയ്യാം ആദ്യം തന്നെ ജേർണൽ എൻട്രീസ്. നമുക്ക് ഈ ഒരു തന്നിരിക്കുന്ന അഡീഷണൽ ഇൻഫോർമേഷൻ്റെ അടിസ്ഥാനത്തിലാണ് ജേർണൽ എൻട്രീസ് വരുന്നത്. സോ ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ടു റിഡ്യൂസ് ദ പെയ്ഡ് അപ്പ് വാല്യൂ ഓഫ് പ്രിഫറൻസ് ഷെയർസ് ബൈ ₹40 പെർ ഷെയർ എന്നാണ്. സോ നമുക്ക് പ്രിഫറൻസ് ഷെയർസിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എത്രയെന്ന് നോക്കാം. പ്രിഫറൻസ് ഷെയർസിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് 100 രൂപയാണ്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 40 രൂപ റിഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 40 രൂപ റിഡ്യൂസ് ചെയ്യുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ വാല്യൂ എന്ന് പറയുന്നത് 100 മൈനസ് 40 ചെയ്യുമ്പോൾ 60 രൂപയായിരിക്കും ഇനി നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ആ ഒരു പ്രിഫറൻസ് ഷെയർസിൻ്റെ വാല്യൂ. സോ ഈ 40 രൂപ എന്നുള്ള വാല്യൂ അത് ഇൻറ്റു എത്ര നമ്പർ ഓഫ് പ്രിഫറൻസ് ഷെയർ ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാം. ആ പ്രിഫറൻസ് ഷെയർ ഉണ്ടെന്ന് കണ്ടുപിടിച്ചിട്ട് ആ ഒരു വാല്യൂ നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. സോ നമുക്ക് അതിൻ്റെ ജേർണൽ എൻട്രി എഴുതാം. ജേർണൽ എൻട്രി വരുമ്പോൾ ആദ്യം തന്നെ നമ്മളുടെ ഓൾഡ് ഡിനോമിനേഷനിലുള്ളത് അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സോ അതാണ് നമ്മൾ ചെയ്യുന്നത്. ഓൾഡ് ബ്രാക്കറ്റിലിട്ടേക്കാം പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. സോ അതിൻ്റെ വാല്യൂ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 6 lakhs ആണ്. സോ നമുക്ക് അതിൻ്റെ നമ്പർ ഓഫ് ഷെയർ ഒന്ന് ജസ്റ്റ് 6 lakh ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് കിട്ടുന്നത്. സോ അതേ ഇൻറ്റു 100 ചെയ്തിട്ടുള്ളതാണ് ഈ 6 lakh rupees. സോ ഇനി നമ്മൾ അതിൻ്റെ വാല്യൂ കുറയ്ക്കുവാണ്. നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് 60 രൂപയാണ്. 60 രൂപയായിരിക്കും ഇപ്പം അതിൻ്റെ വാല്യൂ. 40 രൂപയാണ് കുറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് 2 പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അതുപോലെ തന്നെ 2 ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക്, അതായത് കുറച്ചിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് ഒരു ഷെയറിന് 40 രൂപയാണ്. സോ 40 ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് നമ്മൾ കണ്ടുപിടിക്കും. 6 lakh ഡിവൈഡ് ബൈ 100 എന്ന് പറയുമ്പോൾ 6000 rupees. സോ ഇത്രയും രൂപയാണ് റിഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ 10 രൂപ റിഡ്യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പം അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 മൈനസ് 40 60 രൂപയായിരിക്കും ഒരു ഷെയറിൻ്റെ വാല്യൂ. 60 ഇൻറ്റു 6000. സോ ഇപ്പോഴത്തെ പ്രിഫറൻസ് ഷെയർസിൻ്റെ ന്യൂവിൻ്റെ വാല്യൂ
3,60,000. ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് പോകുന്നത് 2,40,000. സോ നമുക്ക് ജേർണൽ എൻട്രി എഴുതാം. അതിൻ്റെ നറേഷൻ 12% preference share of 100 being convert into rupees 60 each. അതായത് 100 രൂപയുടെ ഷെയർ ഇപ്പോൾ 60 രൂപയിലേക്ക് കൺവേർട്ട് ചെയ്തു. 40 രൂപ അതിൻ്റെ പെയ്ഡ് അപ്പ് വാല്യൂ റിഡ്യൂസ് ചെയ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. സോ നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് പറയുന്നത് ടു റെഡ്യൂസ് ദ ഇക്വിറ്റി ഷെയർ ബൈ റുപ്പീസ് ഷെയർ എന്നാണ്. നമ്മൾ പ്രിഫറൻസ് ഷെയറിൽ കണ്ട പോലെ തന്നെ ഇക്വിറ്റി ഷെയർസ് ₹6 ആണ് കുറഞ്ഞിരിക്കുന്നത്. സോ നമ്മുടെ ഇക്വിറ്റി ഷെയറിൻ്റെ വാല്യൂ നോക്കാം, ₹10 ആണ്. സോ 6 രൂപ വെച്ചിട്ട് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഷെയറിൻ്റെ വാല്യൂ 10 മൈനസ് 6 എന്ന് പറയുന്നത് ₹4 ആണ് നമ്മുടെ ഇപ്പോഴത്തെ വാല്യൂ. സോ നമുക്ക് പ്രിഫറൻസ് എഴുതിയ പോലെ തന്നെ ഇക്വിറ്റി ഷെയർസും എഴുതാം. ഓൾഡ് ഇക്വിറ്റി ആണ് എഴുതേണ്ടത്, ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. സോ അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 12 ലക്ഷമാണ്. അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ലാക്സ് ഡിവൈഡഡ് ബൈ ഒരെണ്ണത്തിൻ്റെ വാല്യൂ 10 ആണ്. സോ ഡിവൈഡ് ബൈ 10 ചെയ്ത നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് നമുക്ക് കിട്ടും. സോ ഇനി നമ്മൾ ചെയ്യേണ്ടത് കൺവേർട്ട് ചെയ്യാണ് ടു ഇക്വിറ്റി തന്നെയാണ്, അത് ന്യൂ ആണ്. ഒരെണ്ണത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് ക്യാപിറ്റൽ റിഡക്ഷൻ കൂടെ അത് എഴുതിയേക്കാം, ക്യാപിറ്റൽ റിഡക്ഷൻ. സോ ക്യാപിറ്റൽ റിഡക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് ₹6 ആണ് കുറയുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ ദ ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് 12 lakh ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ കിട്ടുന്നത് നമ്മുടെ നമ്പർ ഓഫ് ഷെയർസ്. സോ 1,20,000 ആണ് നമ്പർ ഓഫ് ഷെയർ. ഇവിടെ 4 ആയിരിക്കും, അപ്പോൾ അതായത് 10 മൈനസ് 6 ചെയ്യുമ്പോൾ കിട്ടുന്നത്. വാല്യൂസ് നമുക്ക് എഴുതാം, 4,80,000, അതുപോലെ തന്നെ 7,20,000. സോ നമുക്ക് ഇതുപോലെ നമ്മൾ നേരത്തെ എഴുതിയ പോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഓഫ് 10 കൺവേർട്ടഡ് ഇൻറ്റു, നിങ്ങൾ ഫുൾ എഴുതുന്നില്ല, സോ ഈ ഒരു എൻട്രി നമുക്ക് ക്ലോസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് ഡിബഞ്ചറിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഡിബഞ്ചറിൻ്റെ എമൗണ്ട് അല്ല കൊടുത്തിരിക്കുന്നത്, പെർസെൻറ്റേജ് ആണ്. സോ ഈ ലയബിലിറ്റിയുടെ 30% ക്യാപിറ്റൽ റിഡക്ഷനിലേക്കുള്ളതാണെന്ന് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഡിബഞ്ചറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ നോക്കാം. ഡിബഞ്ചറിൻ്റെ വാല്യൂ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം 30% ഡിബഞ്ചർ ഉണ്ട്, 2 lakh rupees ആണ്. ഈ 2 lakh rupeesന്റെ പെർസെൻറ്റേജ് കണ്ടാൽ മതി. 30% ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. സോ ബാക്കിയുള്ള 70% ആണ് നമുക്ക് പുതിയ ബോറോയിങ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ നമുക്ക് ഇതിൻ്റെ എൻട്രി ഓൾഡ് ആണ്, 30% ഡിബഞ്ചർ ആണ്. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 lakhs ആണ്, നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടതാണ്. സോ ഇനി അത് തന്നെ ഡിബഞ്ചറായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് നോക്കാം, 30% തന്നെയാണ് ഡിബഞ്ചറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. സോ ഈ 2 lakhന്റെ 70% വരാം. ടു ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് നമ്മൾ പോകുന്നത് 2 lakhന്റെ 30% ആണല്ലോ. സോ 2 lakhന്റെ 30% നമ്മൾ റിഡ്യൂസ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. സോ ബാക്കിയുള്ളത് 70% ആയിരിക്കും ഡിബഞ്ചറിൻ്റെ ന്യൂ ആയിട്ടുള്ള ഇഷ്യൂനകത്തേക്ക് വരാം. സോ നമ്മുടെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1,40,000 60,000 ആണ് വരാം. സോ ഇതുപോലെ നമുക്ക് എഴുതാം, 30% ഡിബഞ്ചർ റിഡ്യൂസ്ഡ് ബൈ 30%. നിങ്ങളുടേതായ രീതിയിൽ നറേഷൻ എഴുതാം. സോ നമ്മുടെ 3 എൻട്രി കഴിഞ്ഞിട്ടുണ്ട്. ഇനി 4ാമത്തേലേക്ക് പോവാം. 4ാമത്തെ എൻട്രി വരുന്നത് ക്രെഡിറ്റേഴ്സ് എഗ്രി ടു റിഡ്യൂസ് ദെയർ ക്ലെയിം ബൈ 1,50,000. സോ നമ്മൾ എൻട്രി പഠിച്ചിട്ടുണ്ട്, ക്രെഡിറ്റേഴ്സ് എന്തെങ്കിലും അലവൻസ് അലോ ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ എൻട്രി എഴുതിയാൽ മാത്രം മതി.
സോ നമ്മുടെ നാലാമത്തെ എൻട്രി എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റ് ക്യാപിറ്റൽ റിഡക്ഷൻ. അതായത് ക്രെഡിറ്റേഴ്സ് അലോ ചെയ്യുമ്പോൾ അലോ എന്തെങ്കിലും ആ ഒരു റിഡ്യൂസ് ചെയ്തിട്ടുണ്ട് എമൗണ്ടെങ്കിൽ അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ എൻട്രി വരുന്നത്. നമ്മൾ ഓൾറെഡി ജേർണൽ എൻട്രി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ക്രെഡിറ്റേഴ്സ് ജേർണൽ അതിൻ്റെ നറേഷൻ കൊടുക്കാം. സോ അതിൻ്റെ എമൗണ്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 1,50,000 ആണ്. സോ ഈ 1,50,000 നമുക്ക് എഴുതാം. സോ ഒരു എൻട്രി ക്ലോസ് ചെയ്യാം. ഇനി ഇത് റബ്ബ് ചെയ്തിട്ട് നമുക്ക് നെക്സ്റ്റ് എൻട്രി എഴുതാം. നെക്സ്റ്റ് എൻട്രി നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഗുഡ് വില്ലാണ്. ഗുഡ് വിൽ, ഫിക്ടീഷ്യസ് അസറ്റ് ഇതെല്ലാം റൈറ്റ് ഓഫ് ചെയ്യണം. അതുകൂടാണ്ട് ബാഡ് ഡെപ്റ്റ് ആയിട്ട് 40,000 rupees പ്രൊവൈഡ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ എല്ലാം ബാലൻസ് വരുന്നത് സ്റ്റോക്കിലേക്ക് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കിനി ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഫിക്ടീഷ്യസ് അസറ്റോ ഗുഡ് വില്ലോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. സോ നമ്മൾ ക്വസ്റ്റ്യനിൽ നോക്കി കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ഫിക്ടീഷ്യസ് ആ ഒരു കാറ്റഗറിയിൽ വരുന്ന അക്യുമുലേറ്റഡ് ലോസസ് ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഡിസ്കൗണ്ട് ഓൺ ഷെയർസ്, പ്രിലിമിനറി എക്സ്പെൻസ് ഇതൊക്കെ നമ്മൾ ഓൾറെഡി റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഈ 3 കാര്യങ്ങൾ നമുക്ക് എടുക്കണം. പിന്നെ നമുക്ക് വരുമ്പോൾ ഗുഡ് വില്ലുണ്ട്. സോ ഈ ഗുഡ് വില്ലിൻ്റെ എമൗണ്ട് നമുക്ക് എടുക്കണം. പിന്നെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ആ ഒരു ഡൗട്ട്ഫുൾ ഡെപ്റ്റിൻ്റെ എടുക്കണം. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അക്യുമുലേറ്റഡ് ലോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടത്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണെന്ന് നോക്കാം. ആൻസറിലേക്ക് പോകാം. ജേർണൽ എൻട്രി എഴുതാം. ആദ്യം തന്നെ എഴുതേണ്ടത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്കാണ് നമ്മളിതെല്ലാം എഴുതുക. ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. സോ ഇതിൻ്റെ ബാലൻസ് ആണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് വേണം ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യാൻ. സോ നമുക്ക് ഇതുവരെ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് നമ്മൾ റിഡക്ഷൻ എമൗണ്ട് ആയിട്ട് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് വന്ന എമൗണ്ടുകളുണ്ടല്ലോ. അതായത് ഇക്വിറ്റി ഷെയർസിൽ നിന്ന് നമ്മൾ എടുത്തിരുന്ന എമൗണ്ട് ഇത് 2,40,000 ആണ് നമ്മൾ ഈ ഒരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത്. അതുപോലെ തന്നെ 40 എടുത്ത് അതുപോലെ തന്നെ ഇക്വിറ്റിയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള 7,20,000 ഉണ്ട്. ദെൻ ഡിബഞ്ചറിൽ നിന്ന് എടുത്തിട്ടുള്ള 60,000 rupees ഉണ്ട്. പ്ലസ് പിന്നെ നമ്മൾ ക്രെഡിറ്റേഴ്സ് അലോ ചെയ്ത ഒരു എമൗണ്ട് ഉണ്ട്. സോ ഇത്രയും എമൗണ്ട് ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ഇതുവരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത എല്ലാ എമൗണ്ടുകളെ ആഡ് ചെയ്യാം. സോ നമ്മുടെ ക്യാപിറ്റൽ റിഡക്ഷൻ്റെ ആ ഒരു ടോട്ടൽ എമൗണ്ട് നമുക്ക് കിട്ടും. സോ അത് നമുക്കിപ്പോൾ കൂട്ടുമ്പോൾ കിട്ടുന്നത് 11,70,000 ആണ്. സോ ഇനി നമ്മുടെ ഫിക്ടീഷ്യസ് അസറ്റുകളെയും ഗുഡ് വില്ലിൻ്റെയും എല്ലാം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ ആദ്യം നമ്മുടെ ആ ക്വസ്റ്റ്യനിലുള്ള കാര്യങ്ങളെല്ലാം ഫിക്ടീഷ്യസ് അസറ്റുകൾ ആ കാര്യങ്ങളെല്ലാം എടുത്തെഴുതാം. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ സർപ്ലസ്, അതുപോലെ തന്നെ ഡിസ്കൗണ്ട് വന്നിട്ടുണ്ടായിരുന്നു, പ്രിലിമിനറി എക്സ്പെൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഗുഡ് വില്ല്, പിന്നെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിനകത്ത് അഡീഷണൽ ഇൻഫോർമേഷനായിട്ട് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റും തന്നിട്ടുണ്ടായിരുന്നു. സോ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് സ്റ്റോക്കിനകത്തേക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തെങ്കിലും ബാലൻസ് ഉണ്ടോ എന്നുള്ളത്. സോ അതിന് മുമ്പ് ഇതിൻ്റെ എല്ലാ എമൗണ്ടുകൾ നമുക്ക് എഴുതിയിട്ട് കാണിക്കാം. സോ എല്ലാത്തിൻ്റെ എമൗണ്ട് എഴുതിയിട്ടുണ്ട്. ഇനി ഈ ഒരു ടോട്ടൽ എമൗണ്ടും അതിൻ്റെ വരുന്ന ഒരു ഡിഫറൻസ്, ഈ രണ്ട് തമ്മിൽ വരുന്ന ഡിഫറൻസ് ആണ് ബാലൻസിങ് ഫിഗർ എന്ന് പറയാം. സോ ഈ ഒരു ബാലൻസിങ് ഫിഗറാണ് നമ്മൾ സ്റ്റോക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ബാലൻസിങ് ഫിഗർ സ്റ്റോക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തത്. സോ ഇവിടെ നമുക്കങ്ങനെ ഈ 11,70,000 നിന്ന് ഇത്ര എമൗണ്ടുകൾ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു എമൗണ്ട് അതിനാണ് നമ്മളിപ്പോൾ ഇവിടെ എഴുതാൻ പോകുന്നത്. അത് 1,90,000 ആണ്. 1,90,000 ആണ്. സോ ഇത് പെൻ എത്ര തെളിയുന്നില്ല. സോ അതാണ്. സോ ഇനി നമുക്ക് നറേഷനായിട്ട് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ഇതെല്ലാം റൈറ്റ് ഓഫ്. ഇങ്ങനെയാണ് നമ്മുടെ ജേർണൽ എൻട്രീസ് എല്ലാം വരുന്നത്. ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത് ഈ റീകൺസ്ട്രക്ഷന് ശേഷമുള്ള ഈ ഒരു കമ്പനിയുടെ ന്യൂ ബാലൻസ് ഷീറ്റ് ആണ്. ഇനി അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് നമുക്ക് പോവാം. ഇനി പ്രിപ്പയർ ചെയ്യേണ്ടത് ബാലൻസ് ഷീറ്റ് ആണ്. ഈ ഒരു ബാലൻസ് ഷീറ്റ് പറയുമ്പോൾ ഇത് നമുക്ക് ഉള്ളത് റീകൺസ്ട്രക്ഷന് മുമ്പുള്ളതാണ്. സോ നമുക്കിപ്പോൾ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് പ്രിഫറൻസ് ഷെയർസിൻ്റെ വാല്യൂ, ഇക്വിറ്റി ഷെയർസിൻ്റെ, അതുപോലെ തന്നെ ഈ ഒരു ഐറ്റംസ് ഒന്നും ഇനി ഉണ്ടാവത്തേ ഇല്ല. സോ നമ്മളതെല്ലാം റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട്. അത് കൂടാണ്ട് ബോറോയിങ്സിൻ്റെ വാല്യൂവിൽ ഡിഫറൻസ് ഉണ്ട്. ട്രേഡ് പേയബിൾസ് കുറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ ക്രെഡിറ്റേഴ്സ് കുറച്ച് അലവൻസ് തന്നു. സോ അതുകൊണ്ട് തന്നെ ട്രേഡ് പേയബിൾസ് നമ്മുടെ കുറയും. ടാഞ്ചിബിൾ അസറ്റ് അതുപോലെ തന്നെ ഉണ്ടാവും. ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മളത്
റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു. ഇനി ഇൻവെൻട്രീസ് ആണെങ്കിലും അതിൻ്റെ വാല്യൂയിൽ ഡിഫറൻസ് വരും, കാരണം അതിലേക്ക് കുറച്ച് എമൗണ്ട് ഇപ്പം നമ്മൾ ബാലൻസിങ് ഫിഗർ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ട്രേഡ് റിസീവബിൾസ് ആയാലും ആ ഡെറ്റോറിൻ്റെ കാര്യത്തിനകത്തും ആ ഒരു എമൗണ്ട് ഡിഫറൻസ് വരും. ക്യാഷ് ഇൻ ഹാൻഡ്, ഓവർ ഡ്രാഫ്റ്റ്, ഇങ്ങനെയെല്ലാം ഡയറക്റ്റ് ഇതുപോലെ തന്നെ നിൽക്കുന്നതുകൊണ്ട് ഈ എമൗണ്ടെല്ലാം നമുക്ക് എഴുതാം. സോ ഈ കാര്യങ്ങളും നമ്മുടെ ഈ ഒരു റീകൺസ്ട്രക്ഷനിൽ നമ്മൾ ചെയ്യുമ്പോൾ അതിൽ ചില കാര്യങ്ങളിലെല്ലാം ഡിഫറൻസ് വന്നിട്ടുണ്ട്. സോ ആ കാര്യങ്ങളെല്ലാം ചേർത്ത് നമുക്ക് പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഈ ഒരു ഐറ്റംസ് എല്ലാം നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. നിങ്ങൾ പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് ഞാനിപ്പോൾ അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. സോ ബാലൻസ് ഷീറ്റ് ഓഫ് ഗ്രീൻ ലിമിറ്റ് കണ്ടത് പുതിയ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആൻഡ് റിഡ്യൂസ്ഡ് എന്ന് കൊടുക്കണം, കാരണം നമ്മൾ റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കൊടുക്കുന്നത്. സോ ആ ഒരു വേർഡിങ്സ് ഓർത്ത് വയ്ക്കുക. സോ ദെൻ പെർട്ടിക്കുലർസ് നമ്മുടെ ബാലൻസ് ഷീറ്റ് ആ ഒരു ഫോർമാറ്റ് തന്നെ നമുക്ക് തന്നിരിക്കുന്ന ഒരു ഐറ്റംസ് ഉണ്ടോ ആ ഐറ്റംസുകളെല്ലാം ബാലൻസ് ഷീറ്റിലുള്ള പോലെ തന്നെ ജസ്റ്റ് എടുത്ത് എഴുതിയേക്കാണ്. പിന്നെ ചില ഐറ്റംസ് ഒക്കെ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അത് എഴുതാതിരുന്നിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. നമുക്ക് എന്തിലൊക്കെയാണ് മാറ്റങ്ങൾ നോക്കാം. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടാണ് ആദ്യം കിടക്കുന്നത്. അതിനകത്ത് പ്രിഫറൻസ് ഷെയർസിന്റെ നമുക്ക് ആദ്യം ഉണ്ടായിരുന്ന വാല്യൂ അല്ല ഇപ്പോൾ ഉള്ള വാല്യൂ. സോ നമുക്ക് നമ്മൾ ജേണൽ എൻട്രി എഴുതിയപ്പോൾ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ പുതിയതായിട്ടുള്ള അതിൻ്റെ വാല്യൂ, ആ വാല്യൂ ആണ് നമ്മളിവിടെ എഴുതുന്നത്. അതുപോലെ തന്നെ ഇക്വിറ്റിയുടെ. സോ അതിൻ്റെ രണ്ടിൻ്റെയും പുതിയ വാല്യൂ നമുക്ക് എഴുതാം. ഡിബഞ്ചറിൻ്റെ പുതിയ വാല്യൂ നമുക്ക് എഴുതാം. പ്രിഫറൻസ് ഷെയർസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 3,60,000 ആണ്. ഇക്വിറ്റി ഷെയർസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 4,80,000 ആണ്. ഡിബഞ്ചറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1,40,000 ആണ്. സോ നെക്സ്റ്റ് വരുന്ന ഐറ്റമാണ് ട്രേഡ് പേയബിൾ. ട്രേഡ് പേയബിളിന് നമുക്ക് ഉണ്ടായിരുന്നത് ക്രെഡിറ്റർ ആണ് തന്നിട്ടുള്ളത്, അത് എമൗണ്ട് തന്നിട്ടുള്ളത് 8,50,000 ആണ് നമുക്ക് ഇപ്പോഴത്തെ ബാലൻസ് ഷീറ്റിൽ തന്നിട്ടുള്ളത്. സോ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ 1,50,000 അതിൽ നിന്ന് കുറച്ചിട്ടുണ്ടെന്ന്, റിഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താണ്. സോ ഈ ഒരു എമൗണ്ട് നമുക്ക് ഇതിൽ നിന്ന് കുറയ്ക്കാം. സോ നമ്മുടെ ബാലൻസ് എമൗണ്ട് എന്ന് പറയുന്നത് 7 lakhs rupees ആണ്. ഇവിടെ കൂട്ടുന്നതാണ് നമ്മുടെ ടോട്ടൽ ഫിഗർ 16,80,000. സോ നമ്മൾ എഴുതി. ഇനി വരുന്നത് നോൺ കറണ്ട് അസറ്റ് ആണ്. ഇതിലെ ഫിക്സഡ് അസറ്റിൽ ടാഞ്ചിബിൾ ആയിട്ട് വരുന്നത് പ്ലാന്റ് ആൻഡ് മെഷീനറി ആണ്. ഇത് നമ്മളൊന്നും ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ നേരത്തെയുള്ള ബാലൻസ് ഷീറ്റിൽ സെയിം എമൗണ്ട് തന്നെ എഴുതുന്നത് 5 lakh rupees ആണ് ബാലൻസ് ഷീറ്റിലുള്ളത്. സോ 5 lakh rupees എഴുതി. ഇൻടാഞ്ചിബിൾ അസറ്റ് നമ്മൾ റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ആ ഒരു കാര്യം നില്ലാണ്. ദെൻ കറണ്ട് അസറ്റ് വരുമ്പോൾ ഇൻവെൻട്രീസ് ആണ് വരുന്നത്. ഇൻവെൻട്രീസ് നമുക്ക് വരുമ്പോൾ 8 lakh rupees ആണ് ബാലൻസ് ഷീറ്റിലുള്ളത്. സോ കുറച്ച് സ്റ്റോക്കിനെ റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ക്യാപിറ്റൽ റിഡക്ഷൻ, നമ്മുടെ ബാലൻസിങ് ഫിഗർ. സോ എമൗണ്ട് എന്ന് പറയുന്നത് 1,90,000 ആണ്. സോ അത് കുറച്ച് വരുന്ന വാല്യൂ ആണ് നമ്മുടെ ഇൻവെൻട്രിയുടെ വാല്യൂ വരുന്നത്. സോ അത് വരുന്നത് 6,10,000 ആണ്. ദെൻ വരുന്നത് ട്രേഡ് റിസീവബിൾ ആണ്. ട്രേഡ് റിസീവബിൾ നമ്മുടെ അടുത്ത് ഉള്ള എമൗണ്ട് എന്ന് പറയുന്നത് 7,50,000 ആണ്. അതിനും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് ബാഡ് ഡെപ്റ്റിൻ്റെ പ്രൊവിഷൻ ഉണ്ട്, ആ ഒരു എമൗണ്ട് ഇതിൽ നിന്ന് കുറയ്ക്കാം. 40,000 ആണ് ബാഡ് ഡെപ്റ്റിൻ്റെ പ്രൊവിഷൻ, അതും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഉണ്ടായിരുന്നതാണ്. ഇതും നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിൽ നമ്മൾ കണ്ടുപിടിച്ച എമൗണ്ടാണ്. സോ ഈ 40,000 കുറയ്ക്കുമ്പോൾ ഉള്ള ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 7,10,000 ആണ്. ദെൻ ക്യാഷ് ഇൻ ഹാൻഡിനും ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് ബാലൻസ് ഷീറ്റിൽ ഒരു മാറ്റവും ഇല്ല, നമുക്ക് ഡയറക്റ്റ് എടുത്ത് എഴുതാം. റീകൺസ്ട്രക്ഷൻ ശേഷം അതുപോലെ തന്നെയുള്ള എമൗണ്ട് ആണ് 1,50,000. 1 lakh ഓവർ ഡ്രാഫ്റ്റ് ആയതുകൊണ്ട് തന്നെ മൈനസ് ഫിഗറാണ്. സോ നമുക്കിതെല്ലാം കൂടെ ആഡ് ചെയ്യുന്ന ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഈ എമൗണ്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മുടെ ബാലൻസ് ഷീറ്റ് ടാലി ആയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് റീകൺസ്ട്രക്ഷന് ശേഷമുള്ള ബാലൻസ് ഷീറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് റീഓർഗനൈസേഷൻ ത്രൂ സറണ്ടർ ഓഫ് ഷെയർസ്. സറണ്ടർ ഓഫ് ഷെയർസ് വഴി എങ്ങനെയാണ് റീഓർഗനൈസേഷൻ നടക്കുന്നത് എന്നുള്ളതാണ്. സോ സറണ്ടർ എന്ന് പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു ഓർഗനൈസേഷനിലെ മെമ്പേഴ്സ് തന്നെ അവരുടെ ഷെയർസ് വോളണ്ടിയറി ആയിട്ട് കമ്പനിക്ക് റിട്ടേൺ ചെയ്യുന്നതിനെയാണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുക.
ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സറണ്ടർ പോസിബിൾ ആണ്. ഇത് രണ്ട് സിറ്റുവേഷനിലാണ് യൂഷ്വലി വാലിഡ് ആയിട്ടുള്ളത്. കോൾ മണി പേ ചെയ്യാത്ത സിറ്റുവേഷനിൽ, അതുപോലെ തന്നെ ഷെയർ സർട്ടിഫിക്കറ്റ് എന്തെങ്കിലും കേടുപാടുകളോ അത് കീറിപ്പോയാൽ അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെയാണ് ഈ ഒരു സറണ്ടർ ഓഫ് ഷെയർസ് പോസിബിൾ ആവുന്നത്. സറണ്ടർ ഓഫ് ഷെയർ എന്താ നമ്മൾ പറഞ്ഞു. ഇനി അതിൻ്റെ ജേർണൽ എൻട്രീസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ജേർണൽ എൻട്രീസ് എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങളാണ് അതിൽ വരിക. ആദ്യം തന്നെ സറണ്ടർ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സിനെയും ഡിബഞ്ചേഴ്സിനെയും ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ജേർണൽ എൻട്രി. Then issue of surrendered shares to creditors and debenture holders in satisfaction of their claims. അതായത് ഈ സറണ്ടർ ചെയ്ത ഷെയർ യൂസ് ചെയ്തിട്ട് നമ്മൾ ക്രെഡിറ്റേഴ്സിനെ അല്ലെങ്കിൽ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ ക്ലെയിം സെറ്റിൽ ചെയ്യുന്ന സിറ്റുവേഷനാണ് തേർഡ് സിറ്റുവേഷൻ വരുന്നത്. ഇനി നാലാമത്തേന്ന് പറയുന്നത് അൺഇഷ്യൂഡ് ആയിട്ടുള്ള സറണ്ടേർഡ് ഷെയർസ് ഉണ്ടെങ്കിൽ അതിനെ ക്യാൻസൽ ചെയ്ത് കളയാം. സോ ഇങ്ങനെ സിമ്പിളായിട്ട് വരുന്ന 4 ജേർണൽ എൻട്രീസ് ആണ് നമുക്ക് വരിക. ഇനി അതിൻ്റെ ആ ഒരു ജേർണൽ എൻട്രി എങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മുടെ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് ഷെയർസ് മെമ്പേഴ്സ് സറണ്ടർ ചെയ്യുന്ന സിറ്റുവേഷൻ ആണ്. സോ ഷെയർ ക്യാപിറ്റൽ നമ്മുടെ സറണ്ടർ ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ക്രെഡിറ്റ് ബാലൻസ് മാറി ക്യാൻസൽ ചെയ്യുമ്പോൾ എന്താ പറയുക, ഡെബിറ്റ് ബാലൻസ്. സോ അത് എന്തായിട്ടാണ് വരുന്നത്, സറണ്ടേർഡ് ഷെയർ ആയിട്ട്. സോ സറണ്ടേർഡ് ഷെയർസിന് നമ്മൾ ക്രെഡിറ്റ് ബാലൻസ് കൊടുത്തു. സോ അങ്ങനെയാണ് അതിൻ്റെ ഫസ്റ്റ് എൻട്രി വരുന്നത്. ദെൻ ക്രെഡിറ്റേഴ്സിനെയും ഡിബഞ്ചർ ഹോൾഡേഴ്സിനെയും നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയുന്നതിന് വേണ്ടിയിട്ടുള്ളത്. അവരെ നമ്മൾ സെറ്റിൽ ചെയ്യാൻ പോകുള്ളൂ. സോ അതുകൊണ്ട് അവരെ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ഓൾറെഡി ക്രെഡിറ്റ് ബാലൻസ് ആണ്, അവരെ ക്യാൻസൽ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഡെബിറ്റ് ചെയ്യാം. ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ക്രെഡിറ്റേഴ്സ് ചെയ്തു. ദെൻ അത് ക്യാൻസൽ ചെയ്യുന്നത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടാണ് നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന എൻട്രി എന്ന് പറയുന്നത് ഇനി അൺഇഷ്യൂർഡ് ആയിട്ടുള്ള സറണ്ടേർഡ് ഷെയർസിൻ്റെയും ഈ ക്രെഡിറ്റേഴ്സിനെയും ഡിബഞ്ചർ ഹോൾഡേഴ്സിനെയും എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ ഇഷ്യൂ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സറണ്ടേർഡ് ഷെയർസ് ഈ ഒരു ക്രെഡിറ്റേഴ്സിനും ഡിബഞ്ചർ ഹോൾഡേഴ്സിനെയും സെറ്റിൽ ചെയ്യാൻ പോവാണ് അവരുടെ ക്ലെയിംസ്. സോ സറണ്ടേർഡ് ഷെയർസ് യൂസ് ചെയ്തിട്ടാണ്, അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു ക്രെഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന സറണ്ടേർഡ് ഷെയർസിനെ നമ്മൾ ഡെബിറ്റിൽ കാണിക്കുന്നു. ദെൻ ഷെയർ ക്യാപിറ്റലായിട്ട് അതിനെ ഇഷ്യൂ ചെയ്യുന്നു. ദെൻ ലാസ്റ്റ് വരുന്ന അൺഇഷ്യൂഡ് ആയിട്ടുള്ള ഷെയർസ് ഉണ്ടെങ്കിൽ അതിന് നമ്മൾ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ഇട്ട് ക്യാൻസൽ ചെയ്യാം. സോ സറണ്ടേർഡ് ഷെയർസ് ക്യാൻസൽ ചെയ്യുന്നു, അത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ആ അൺഇഷ്യൂഡ് ആയിട്ടുള്ള ഷെയർസിനെ ക്യാൻസൽ ചെയ്യുന്നത്. സോ ഇങ്ങനെയാണ് ഇതിൻ്റെ 4 ജേർണൽ എൻട്രീസ് വരുന്നത്. ഇനി നമുക്ക് ഈ സറണ്ടർ ഓഫ് ഷെയർസിൻ്റെ പ്രോബ്ലം എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. പ്രോബ്ലത്തിനകത്ത് വരുമ്പോൾ നമുക്ക് കൊടുത്തിട്ടുണ്ട് സ്മാർട്ട് ലിമിറ്റഡ് ഹാസ് ആൻ ഇക്വിറ്റി ഷെയർ ഓഫ് 1 crore ആണ്, കൺസിസ്റ്റിംഗ് ഓഫ് 1 lakh ഷെയർസ് ഓഫ് 100 each. ദെൻ അതിൻ്റെ ആ ഒരു റിസോൾവ് ചെയ്യുന്ന സാങ്ഷൻ കോട്ട് കൊടുത്തിട്ടുണ്ട്. സോ എങ്ങനെയൊക്കെയാണ് റിസോൾവ് ചെയ്യുന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സബ് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഇക്വിറ്റി ഷെയർസിനെ, ആദ്യം തന്നെ ഫുള്ളി പെയ്ഡപ്പ് ആക്കുന്നുണ്ട്. സോ ആ ഒരു കാര്യം നമ്മളത് ഓൾറെഡി നമുക്ക് അറിയുന്നതാണ് എങ്ങനെയാണ് സബ് ഡിവൈഡ് ചെയ്യുന്നതെന്നുള്ളത്. ദെൻ പറഞ്ഞിരിക്കുന്നത് 80% ഷെയർസ് സറണ്ടർ ചെയ്തിട്ടുണ്ട്. ദെൻ വരുന്നത് 4 lakh rupees സറണ്ടർ ഷെയർ ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഡിബഞ്ചറായിട്ടും അവരെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ സറണ്ടർ ഷെയർസ് ക്രെഡിറ്റേഴ്സിനെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാലൻസ് ഉള്ള സറണ്ടർ ഷെയർസ് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ റൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് ഗുഡ് വില്ല്. സോ നമ്മളിപ്പോൾ നേരത്തെ ചെയ്ത റിഡക്ഷനും അതുപോലെ തന്നെ സറണ്ടറും ഈ 2 കാര്യം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു പ്രോബ്ലം ആണിത്. സോ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യുന്നത് നോക്കാം. ജേർണൽ എൻട്രീസ് ആണ് എഴുതേണ്ടത്. സോ ജേർണൽ നമുക്ക് വരയ്ക്കാം. ആദ്യത്തെ എൻട്രി എന്ന് പറയുന്നത് ടു സബ് ഡിവൈഡ് ഇക്വിറ്റി ഷെയർസ് ഇൻടു ഫുള്ളി പെയ്ഡ് ഓഫ് 10 each. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. സബ് ഡിവൈഡ് ചെയ്തേക്കാണ് ഷെയർസിനെ. സോ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഷെയറിൻ്റെ വാല്യൂ 1 lakh നമ്പർ ഓഫ് ഷെയർ ആണുള്ളത്. ഒരെണ്ണത്തിൻ്റെ വാല്യൂ 100 ആണ്. സോ ഇനി നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരെണ്ണത്തിൻ്റെ വാല്യൂ 10 ആണ്. സോ നമ്മൾ അതിൻ്റെ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിന് ഡിഫറൻസ് ഒന്നും വരുന്നില്ല. നമ്മൾ ആകെ ചെയ്യുന്നത് ഈ നമ്പർ ഓഫ് ഷെയറിനകത്തായിരിക്കും മാറ്റം വരാം. സോ ഇവിടെ 100 rupees ആയിരുന്നു ഒരു ഷെയറിന്, ഇവിടെ നമ്മൾ 10 rupees. സോ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ നമ്പർ ഓഫ് ഷെയർ മാറ്റം വരും. സോ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ആ ഓൾഡ് ഷെയറിനെ ക്യാൻസൽ ചെയ്ത് കളയണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഓൾഡിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡെബിറ്റാ ചെയ്യാം. സോ ഓൾഡ് ഇക്വിറ്റി ആണ്. സോ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്, അതിനെ ഡെബിറ്റ് ചെയ്യുന്നു. ദെൻ ക്രെഡിറ്റ് ചെയ്യുന്നതും ഇക്വിറ്റി തന്നെയാണ്.
സോ ഡെബിറ്റ് ചെയ്യുന്നതിൻ്റെ 1 lakh ഷെയർസ് ആയിരുന്നു ഇൻറ്റു ഒരെണ്ണത്തിന് 100 ആയിരുന്നു. സോ ഇനി 10 എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിൻ്റെ ഒരു എത്ര നമ്പർ ഓഫ് ഷെയർ വരും നോക്കാം. സോ നമ്മുടെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 1 crore ആയിരുന്നു അല്ലേ. സോ 1 crore ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ എത്ര നമ്പർ ഉണ്ടെന്ന് നമുക്ക് കിട്ടുമല്ലോ. സോ അതേ ഇൻറ്റു 10, വാല്യൂ എപ്പോഴും അത് തന്നെയായിരിക്കും. സോ നമുക്ക് ആകെ ഡിഫറൻസ് വരുന്നത് ആ നമ്പർ ഓഫ് ഷെയർ നമ്മൾ കണ്ടുപിടിക്കുന്നതിലാണ് ആകെ ഡിഫറൻസ് വരുന്നത്. സോ ഇവിടെ നമുക്ക് ഒരെണ്ണത്തിൻ്റെ വാല്യൂ 100 ആയിരുന്നുകൊണ്ട് 1 lakh ആയിരുന്നപ്പോൾ ഇവിടെ നമുക്ക് നമ്പർ ഓഫ് ഷെയറിൽ ഡിഫറൻസ് വരുന്നു. സോ ഇവിടെ നമ്പർ ഓഫ് ഷെയർ എന്ന് പറയുന്നത് ₹10 വെച്ചിട്ടാണ് ഒരെണ്ണത്തിന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വാല്യൂ അത് തന്നെ വരാം. ഇവിടെ 10 ആയിരിക്കും വാല്യൂ, ഇവിടെ 100 ആയിരിക്കും വാല്യൂ. സോ നമുക്ക് 1 crore, എളുപ്പത്തിന് വേണ്ടി ഞാൻ 1 crore ഇടാണ്. സോ നമുക്ക് എഴുതാം ഇക്വിറ്റി ഷെയർസ് സബ് ഡിവൈഡഡ് ഇൻറ്റു എന്നൊക്കെ പറഞ്ഞ് എഴുതണം. സബ് ഡിവൈഡഡ് ഇൻറ്റു ഇക്വിറ്റി ഷെയർസ് ഓഫ് 10 അങ്ങനെ എഴുതാം നമുക്ക്. സോ ഈ ഒരു എൻട്രി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് വരുന്നത്. നെക്സ്റ്റ് നമുക്കിനി വരുന്നത് ഓഫ് ഷെയർസ് ടു ബി സറണ്ടേർഡ് ടു ദി കമ്പനി. അതായത് നമ്മളിപ്പോൾ എടുത്തു വെച്ച 1 crore ഷെയർസിൻ്റെ വാല്യൂ ഉണ്ടല്ലോ, അതിൻ്റെ 80% കമ്പനി സറണ്ടർ ചെയ്തേക്കുക. അങ്ങനെ സറണ്ടർ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ജേർണൽ എൻട്രി പറയുന്നത് ഷെയർ ക്യാപിറ്റൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്, തൊട്ട് മുമ്പ് ഡിസ്കസ് ചെയ്താണ്. ഷെയർ ക്യാപിറ്റൽ കൗണ്ട് ഡെറ്റർ ടു സറണ്ടേർഡ് ഷെയർസ്. സോ 80%, അതായത് 1 crore-ന്റെ 80% എന്ന് പറയുമ്പോൾ 80 lakhs. സോ നറേഷൻ കൊടുക്കാം സറണ്ടർ ഓഫ് ഷെയർസ്. സറണ്ടർ ഓഫ് ഷെയർസ് കൊടുക്കാം. നമ്മുടെ ഈ ഒരു എൻട്രി കഴിഞ്ഞു. നെക്സ്റ്റിന് എൻട്രി നോക്കാം. 4 lakhs ഓഫ് ദ സറണ്ടേർഡ് ഷെയർസ് ടു ബി ഇഷ്യൂഡ്. അതായത് നമ്മളുടെ 80 lakhs-ൻ്റെ 4 lakhs സറണ്ടർ ചെയ്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാനും. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സറണ്ടർ ചെയ്തേക്കുന്നത്. സോ നമുക്ക് നോക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 4 lakh ഓഫ് സറണ്ടർ ഷെയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് ഇതിൻ്റെ വാല്യൂ ആണെന്ന്. അതിൻ്റെ നമ്പർ ഓഫ് ഷെയർ ആണ്. സോ 4 lakh ഇൻറ്റു 10 വരുമ്പോൾ 40 lakhs ആയിരിക്കും അതിൻ്റെ വാല്യൂ വരുന്നത്. സോ ഇതിന് യൂഷ്വലി നമ്മൾ സറണ്ടർ ചെയ്യുന്ന സമയത്ത് എന്താണ് ചെയ്യാറുള്ളത്? സറണ്ടർ ടു എന്തിനകത്തേക്കാണ്? നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലിനകത്തേക്കാണ്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിനകത്തേക്കാണ് സറണ്ടർ ചെയ്യുന്നത്. സോ സറണ്ടർ, ആ ജേർണൽ എൻട്രി ഒന്ന് ജസ്റ്റ് ഓർക്കാനേ ഉള്ളൂ. സറണ്ടർ ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി തന്നെയാണ്. ഡിബഞ്ചർ എന്നിട്ട് ബ്രാക്കറ്റിൽ എഴുതാം 4 lakh ഷെയർസ് ഓഫ് 10 ബീയിങ് ഗിവൺ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. അതായത് ആ 80 lakhs-ൽ നിന്ന് 40 lakhs-ൻ്റെ ഷെയർസ് നമ്മൾ ആർക്ക് കൊടുത്തു? ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യാണ്. 40 lakhs നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ 40 lakhs എഴുതാൻ നമ്മുടെ ആ എൻട്രി കഴിഞ്ഞു. സോ ഈ പെൻ തെളിയാത്തതുകൊണ്ട് നമുക്ക് വേറെ പെൻ എടുക്കാം. നമ്മുടെ പ്രോബ്ലത്തിലേക്ക് ഇനി വരുമ്പോൾ നെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത് 2 lakh ഓഫ് സറണ്ടേർഡ് ഷെയർ ആസ് ഫുള്ളി പെയ്ഡ് ദ ക്രെഡിറ്റേഴ്സ് ഓഫ് 25 lakhs. അതായത് ക്രെഡിറ്റേഴ്സിനെ സെറ്റിൽ ചെയ്യാണ്. 25 lakhs-ൻ്റെ ക്രെഡിറ്റേഴ്സിനെ നമ്മൾ സെറ്റിൽ ചെയ്യുവാണ്. സോ ആ ഒരു ക്രെഡിറ്റേഴ്സിനെ സെറ്റിൽ ചെയ്യുന്നത് 25 lakhs ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ 20 lakhs ആണ് സെറ്റിൽ ചെയ്യുന്നത്. സോ ഇപ്പം നമ്മൾ എഴുതിയ സെയിം ഒരു ജേർണൽ തന്നെയാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യുമ്പോൾ നെക്സ്റ്റിലാണ് നമ്മൾ ക്രെഡിറ്റേഴ്സിനെയാണ് സെറ്റിൽ ചെയ്യുന്നത്. സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി തന്നെയാണല്ലേ വരാം. സോ 2 lakhs എന്ന് പറയുമ്പോൾ 2 lakhs-ൻ്റെ ഷെയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂ എത്രയാണ്? 2 lakh ഇൻറ്റു 10 20 lakhs ആയിരിക്കും അതിൻ്റെ വാല്യൂ. ദെൻ ഇവിടെ എഴുതിയ പോലെ തന്നെ എഴുതാം 2 lakh ഓഫ് ഷെയർസ്, അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ₹10 ഗിവൺ ടു ക്രെഡിറ്റേഴ്സ്.
സോ ദെൻ ആ ഒരു ജേർണൽ എൻട്രി കംപ്ലീറ്റ് ആയി. ദെൻ നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പിന്നെ പറഞ്ഞിരിക്കുന്നത് ബാലൻസ് ഓഫ് ദി സറണ്ടേർഡ് ഷെയർസ് ടു ബി ക്യാൻസൽഡ്. അതായത് ഇനി എന്തെങ്കിലും സറണ്ടർ ഷെയർ ബാലൻസ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് കളയാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ക്യാൻസൽ ചെയ്യുമ്പോൾ ജേർണൽ എൻട്രി എന്ന് പറയുന്നത് സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. നിങ്ങൾക്ക് ജേർണൽ എൻട്രി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നേരത്തെ ഒന്നുകൂടെ നോക്കിയിട്ട് വേണം ഈ ഒരു പ്രോബ്ലത്തിലേക്ക് വരാൻ. സോ നമുക്ക് എഴുതാം സറണ്ടേർഡ് ഷെയർസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡക്ഷൻ. സോ നമുക്ക് ആദ്യം തന്നെ സറണ്ടേർഡ് ഷെയറിന്റെ ചെയ്യുന്നതിന് എത്രയാണ് അൺഇഷ്യൂഡ് ആയിട്ടുള്ളതെന്ന് നോക്കണം. സോ അൺഇഷ്യൂഡ് പറയുന്നത് നമുക്ക് മൊത്തം ചെയ്തിരുന്ന ഷെയർ എന്ന് പറയുന്നത് 80 lakhs ആയിരുന്നു. സോ 80 lakhs മൊത്തം ഉണ്ടായിരുന്നതിൽ നമ്മൾ എന്ത് ചെയ്തു, 40 lakhs നമ്മൾ ഓൾറെഡി ഈ ഒരു ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ സെറ്റിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു 20 lakhs എന്തിനു യൂസ് ചെയ്തു, ക്രെഡിറ്റേഴ്സിനെ സെറ്റിൽ ചെയ്യാൻ യൂസ് ചെയ്തു. സോ ഇതെല്ലാം കഴിഞ്ഞ് ബാലൻസ് വരുന്നത് 20 lakhs ആണ് ഇനി അൺഇഷ്യൂഡ് ആയിട്ട് കിടക്കുന്നത്. സോ ഇതിനെയാണ് നമ്മൾ ക്യാൻസൽ ചെയ്യുന്നത്. 20 lakhs എഴുതാം. ക്യാൻസലേഷൻ ഓഫ് അൺഇഷ്യൂഡ് ഷെയർ. സോ ഇങ്ങനെയാണ് ഈ എൻട്രി വരുന്നത്. ഇനി നമുക്ക് റബ്ബ് ചെയ്യാം. സോ നമ്മുടെ 4 എൻട്രീസ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നെക്സ്റ്റ് എൻട്രി എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി 2 പേരെ സെറ്റിൽ ചെയ്തിട്ടുണ്ടല്ലേ. ആ സെറ്റിൽ ചെയ്ത ആ ഒരു ക്രെഡിറ്റേഴ്സിനെ അല്ലെങ്കിൽ ഡിബഞ്ചർ 2 പേരെയാണ് നമ്മളിപ്പോൾ സെറ്റിൽ ചെയ്ത് അവരെ 2 പേരെയും ക്യാൻസൽ ചെയ്യുക അല്ലെങ്കിൽ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ 2 ലയബിലിറ്റീസിനെ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. സോ ഡിബിലിറ്റി ആയിട്ട് നമുക്ക് ഉണ്ടായിരുന്നത് 50 lakhs ആയിരുന്നു. ദെൻ ക്രെഡിറ്റേഴ്സിന് നമ്മൾ സെറ്റിൽ ചെയ്തിട്ടുള്ളത് 20 lakhs-ൻ്റെയാണ് നമ്മൾ സെറ്റിൽ ചെയ്തേക്കുന്നത്. പക്ഷെ അവരുടെ ശരിക്കുള്ള എമൗണ്ട് 25 lakhs ആയിരുന്നു. സോ അവരുടെ 25 lakhs. സോ ഈ 2 എമൗണ്ടുകളെയും നമുക്ക് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് 75 lakhs. സോ ഇത് നമ്മൾ എഴുതുന്നത് ഡിബഞ്ചറും അതുപോലെ തന്നെ ക്രെഡിറ്റേഴ്സ് ബീയിങ് ട്രാൻസ്ഫേർഡ്. സോ ഈ ഒരു എൻട്രി നമ്മുടെ കഴിഞ്ഞു. ഇനി നമ്മുടെ ലാസ്റ്റ് എൻട്രി എന്ന് പറയുന്നത് കൊടുത്തിട്ടുള്ളതാണ് റൈറ്റ് ഓഫ് ഡെബിറ്റ് ബാലൻസ് അതുപോലെ തന്നെ ഗുഡ് വില്ല് പ്രിലിമിനറി എക്സ്പെൻസ് ബാലൻസ് എല്ലാം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ബാലൻസ് ഉണ്ടെങ്കിൽ അത് പറഞ്ഞിരിക്കുന്നത് ക്യാപിറ്റൽ റിസർവിലേക്കാണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരുന്നത് സ്റ്റോക്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ്. ഈ ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുള്ളത് ക്യാപിറ്റൽ റിസർവിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാനാണ്. സോ നമുക്ക് ഈ ഒരു അക്കൗണ്ട് ക്യാപിറ്റൽ റിസർവിനകത്തേക്കാണ് അതിൻ്റെ ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ ആദ്യം തന്നെ നമ്മൾ എഴുതേണ്ടത് ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ട്. അതായത് നമ്മൾ ഇതുവരെ എഴുതി വെച്ച ജേർണൽ എൻട്രീസിൽ ക്യാപിറ്റൽ റിഡക്ഷനിലേക്ക് ആദ്യം അൺഇഷ്യൂഡിൻ്റെ ഒരു 20 lakhs-ഉം അത് കൂടാണ്ട് ഇവിടുത്തെ 75 lakhs-ഉം. സോ ഇത്ര എമൗണ്ടാണ് ടോട്ടലി നമുക്ക് ഈ ക്യാപിറ്റൽ റിഡക്ഷൻ അക്കൗണ്ടിൽ ബാലൻസ് വരാം. അതായത് 95 lakhs ആണ് നമുക്ക് ബാലൻസ് വരാം. ഇനി റൈറ്റ് ഓഫ് ചെയ്യേണ്ട കാര്യങ്ങൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നതെല്ലാം ചെയ്യാം. P&L പറഞ്ഞിട്ടുണ്ട്, ഗുഡ് വില്ല്, പ്രിലിമിനറി എക്സ്പെൻസ് പറഞ്ഞിട്ടുണ്ട്. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ റിസർവിലേക്ക് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അത് ബാലൻസിങ് ഫിഗർ ആയിരിക്കും. സോ ഇതിൻ്റെ എമൗണ്ടുകളെല്ലാം ക്വസ്റ്റ്യൻ എഴുതാം. 32 lakhs, 38 lakhs, 50 lakhs കാര്യങ്ങളാണ് വരുന്നത്. സോ ഇതെന്തായാലും കുറവായിരിക്കും ഇതിനെ അപേക്ഷിച്ച്. സോ ഈ 95 lakhs-ൽ നിന്ന് ഈ 3 എമൗണ്ട് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന ബാലൻസിങ് ഫിഗറാണ് ക്യാപിറ്റൽ റിസർവിനകത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് 10 lakh rupees ആണ്. സോ നറേഷനും കൂടെ എഴുതാം. ഇൻടാഞ്ചിബിൾ അസെറ്റ് ആൻഡ് ഫിക്ടീഷ്യസ് അസെറ്റ് റൈറ്റ് ഓഫ്. സോ ഇങ്ങനെയാണ് നമ്മുടെ സറണ്ടർ ഷെയർ കൂടി വരുന്ന ആ ഒരു പ്രോബ്ലം വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുക ഓൾട്രേഷൻ ഓഫ് ഷെയർസ്. അതിൻ്റെ ആ ഒരു വേസും ജേർണൽ എൻട്രീസ് എങ്ങനെയാണ് വരുന്നതെന്നൊക്കെയാണ് ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റലിൽ 5 വേസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറുള്ളത്.
ഫസ്റ്റ് വൺ ആണ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ, ദെൻ കൺസോളിഡേഷൻ. ഓൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ 5 ബേസിലാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഫസ്റ്റ് വൺ ആണ് ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ, ദെൻ കൺസോളിഡേഷൻ ഓഫ് ഷെയർസ്, സബ്ഡിവിഷൻ ഓഫ് ഷെയർസ്, കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻ ടു സ്റ്റോക്ക്, ക്യാൻസലേഷൻ ഓഫ് അൺഇഷ്യൂഡ് ഷെയർസ്. ഇങ്ങനെ 5 വേയിലാണ് നമ്മൾ ഈ ഒരു ഓൾട്രേഷൻ ഷെയർ ക്യാപിറ്റലിൽ വരുത്താറുള്ളത്. സോ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആയിരുന്നു ഇൻക്രീസ് ഇൻ ഷെയർ ക്യാപിറ്റൽ. അതായത് ഒരു കമ്പനിക്ക് അവരുടെ ഷെയർ ഇൻക്രീസ് ചെയ്യാനായിട്ട് സാധിക്കും ബൈ ഇഷ്യൂയിങ് ന്യൂ ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് അവരുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണോ, ഇപ്പോൾ 1 lakh ആയിരുന്നെങ്കിൽ ആ ഒരു എത്രയാണോ ആ ഷെയർ ക്യാപിറ്റലിൻ്റെ എമൗണ്ട്, ആ ഒരു എമൗണ്ടിനെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ അതാണ് ഇവിടെ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ന്യൂ ഷെയർസ് ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുക. അത് പക്ഷേ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ പറഞ്ഞിട്ടുണ്ടാണെന്നുള്ളതാണ്. ഇനി ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ സൈലൻ്റ് ആവുന്ന സിറ്റുവേഷനിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ വഴി നമ്മൾ ഈ ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സോ അതിൻ്റെ ജേണൽ എൻട്രീസ് വരുന്നത് ഇങ്ങനെയാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ്. രണ്ടാമത്തെ വരുന്ന എൻട്രി ഇക്വിറ്റി ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. അതായത് നമ്മൾ സാധാരണ ഒരു പുതിയ ഷെയർ ഇഷ്യൂ നടത്തുമ്പോൾ വരുന്ന ബേസിക് ആയിട്ടുള്ള 2 ജേണൽ എൻട്രീസ് മാത്രമാണ് ഇതിന് വരുന്നത്. സോ ദെൻ ഇതിൻ്റെ ഒരു പ്രോബ്ലം വെച്ച് നമുക്ക് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 1 lakh ഇക്വിറ്റി ഈച്ച് പെർ അറ്റ് പാർ, അതായത് പ്രീമിയത്തിലൊന്നല്ല, അറ്റ് പാറിനകത്താണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഓൾ ദ ഷെയർസ് വർ അപ്ലൈഡ് ഫോർ ആൻഡ് അലോട്ടഡ്. അതായത് ജസ്റ്റ് അവർ ആ ഒരു ഷെയർ ഇഷ്യൂ നടത്തിയിട്ടുണ്ട്, ഷെയർ ക്യാപിറ്റലിൽ ഒരു ഓൾട്രേഷൻ വരുത്തിയിരിക്കുന്നത്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ന്യൂ ഷെയർസ് ഇഷ്യൂ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഷെയർ ക്യാപിറ്റൽ ഓൾട്രേഷൻ വരുത്തിയിരിക്കുന്നത്. സോ നമ്മൾ ഈ വന്നിരിക്കുന്ന 2 ജേണൽ എൻട്രീസ് എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. സോ നമുക്ക് ആ ജേണൽ എൻട്രീസ് ഒന്ന് എഴുതാം. സോ ജേണൽ നമുക്ക് എഴുതാം. ആദ്യം തന്നെ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് ആയിരുന്നു. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെന്റ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. പണ്ട് കഴിഞ്ഞ സെമിനകത്ത് കോർപ്പറേറ്റ് അക്കൗണ്ടിൽ നമുക്ക് ഉണ്ടായിരുന്നതാണ്. സോ 10 lakhs ആണ് അതിൻ്റെ വാല്യൂ. അതായത് 1 lakh ഷെയർസ് ആയിരുന്നു, ഒരെണ്ണത്തിൻ്റെ വാല്യൂ 10 ആണ്. സോ അങ്ങനെയാണ് നമുക്ക് 10 lakhs കിട്ടുന്നത്. സോ ആ എൻട്രി കഴിഞ്ഞു നമുക്ക് എഴുതാം. ഫോർ ആപ്ലിക്കേഷൻ റിസീവ്ഡ്, മണി റിസീവ്ഡ്. സോ അത് ക്ലോസ് ചെയ്യാം. ദെൻ അടുത്ത എൻട്രി നമ്മൾ കണ്ടതാണ്, ഷെയർ ആപ്ലിക്കേഷൻ ആൻഡ് അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ ആയിരുന്നു. സോ അതും ഈ എമൗണ്ട് തന്നെയാണ്, 10 lakhs. അതായത് നമ്മൾ ആദ്യം അലോട്ട്മെൻറ്റ് വിളിച്ചു, ദെൻ അത് ഷെയർ ക്യാപിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനാണ്. സോ ഇതെപ്പോഴാണ് അലോട്ട്മെൻറ്റ് ഫോർ അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്, അലോട്ട്മെൻറ്റ് ഷെയർസ്. സോ ഇങ്ങനെയാണ് ഈ 2 എൻട്രി വരുന്നത്. നമുക്കിത് ക്ലോസ് ചെയ്യാം. സോ ഇങ്ങനെയാണ് ഒരു ഷെയർ ക്യാപിറ്റൽ പുതുതായിട്ട് ഇഷ്യൂ നടത്തുമ്പോൾ വരുന്ന 2 ജേണൽ എൻട്രീസ്. നെക്സ്റ്റ് വരുന്ന കേസാണ് കൺസോളിഡേഷൻ ഓഫ് ഷെയർസ്. കൺസോളിഡേഷൻ എന്ന് പറയുന്നത് ഷെയർസിൻ്റെ കൺവേർഷനാണ്. അതായത് സ്മോളർ ഡിനോമിനേഷനിലുള്ള ഷെയർസിനെ ലാർജർ ഡിനോമിനേഷനിലുള്ള ഷെയർ വാല്യൂസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇവിടെ നമുക്ക് എമൗണ്ടിലല്ല ചേഞ്ച് വരുന്നത്, നമ്പർ ഓഫ് ഷെയർ ചേഞ്ച് വരുന്നൊരു സാധനം. അതായത് സ്മോളർ ഡിനോമിനേഷനിലുള്ളതിനെ ഹയർ ഡിനോമിനേഷൻ, അതായത് 10 രൂപയുടെ ഷെയർ ആയിരുന്നു ഒരെണ്ണത്തിന് വാല്യൂ എങ്കിൽ അത് ഒരു ഷെയർ 100 രൂപയ്ക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ നമ്പർ ഓഫ് ഷെയർ ആണ് ഡിക്രീസ് ചെയ്യുക. സോ അതാണ്, അല്ലാതെ എമൗണ്ട് ഓഫ് ക്യാപിറ്റലിന് ചേഞ്ച് ഒന്നും തന്നെ വരുന്നില്ല. സോ അതുകൊണ്ട് ആ ഒരു ജേണൽ എൻട്രി വരുന്നത് ഇങ്ങനെയായിരിക്കും. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓൾഡ് ഡിനോമിനേഷനിലുള്ളതിനെ ക്യാൻസൽ ചെയ്യുന്നു, ദെൻ ന്യൂ ഡിനോമിനേഷനിലുള്ളതിനെ നമ്മൾ എടുത്തെഴുതുന്നു ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ. ഓർത്ത് വയ്ക്കുക, ഷെയർ ക്യാപിറ്റലിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതുകൊണ്ടാണ് പുതിയ ഇഷ്യൂ നടത്തുമ്പോഴെല്ലാം ഷെയർ ക്യാപിറ്റൽ ക്രെഡിറ്റിൽ വരുന്നത്. ന്യൂ ഡിനോമിനേഷനിലുള്ളതിനെ ക്രെഡിറ്റ് കൊടുക്കുന്നത് അതുകൊണ്ടാണ്. സോ ഇതിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒരു കമ്പനിക്ക് 1 lakh ഇക്വിറ്റി ഷെയർസ് ഉണ്ടായിരുന്നു, 10 rupees ആയിരുന്നേ. സോ അവർ കൺവേർട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഒരു ഷെയറിന് 100 rupees വെച്ചിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. സോ ജേണൽ എൻട്രി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ ഇനി ജേണൽ നമുക്ക് എഴുതാം. സോ നമുക്കറിയാം ക്യാൻസൽ ചെയ്യേണ്ടത് ഓൾഡ് ഡിനോമിനേഷനിലുള്ളതാണ്. ഷെയർ ക്യാപിറ്റൽ ഓൾഡ് എന്നും കൂടെ ബ്രാക്കറ്റിൽ ഇടാം. സോ അതിൻ്റെ ഒരെണ്ണത്തിൻ്റെ വാല്യൂ 10 ആയിരുന്നു.
10 റുപ്പീസിൻ്റെ 10ൻ്റെ 1 lakh നമ്പർ ഓഫ് ഷെയർസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 10 lakhs ആയിരിക്കും. സോ അതിനെ കൺവേർട്ട് ചെയ്യുന്നത് ഇക്വിറ്റി ഷെയർ ആയിട്ട് തന്നെയാണ്. സോ ബ്രാക്കറ്റിൽ വേണമെങ്കിൽ നമുക്ക് ന്യൂ എന്ന് കൊടുക്കാം. ഇനി കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരെണ്ണത്തിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 100 ആണ്. ഒരെണ്ണത്തിൻ്റെ വാല്യൂ 100 വരുമ്പോൾ ഈ 10 lakhsന് നമ്മൾ എന്ത് ചെയ്യുക? 10 lakh ഡിവൈഡഡ് ബൈ 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്പർ ഓഫ് ഷെയർസ് കിട്ടും. ആ 10 lakh ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ നമ്പർ ഓഫ് ഷെയർസ് നമുക്ക് കിട്ടി. സോ ഈ നമ്പർ ഓഫ് ഷെയർ ഇൻറ്റു 100. സോ എത്ര തന്നെയായിരിക്കും വാല്യൂ? അത് തന്നെയായിരിക്കും വരാം. നമ്പർ ഓഫ് ഷെയറിലാണ് വ്യത്യാസം വരുന്നത്. ഇവിടെ ഒരെണ്ണത്തിൻ്റെ വാല്യൂ 100 വരുന്നു, ഇവിടെ ഒരു ഷെയറിൻ്റെ വാല്യൂ 10 വരുന്നു. എന്നിട്ട് കൊടുക്കാം കൺസോളിഡേറ്റഡ് ഇൻറ്റു 10,000 ആയിരിക്കും ഇതിൻ്റെ നമ്പറാണ് കേട്ടോ. 10,000 ഇക്വിറ്റി ഷെയർ ഓഫ് ഒരെണ്ണത്തിന് 100 ആണ്, 100 ഈച്ച്. നമുക്ക് വേണമെങ്കിൽ എഴുതാം ബീയിങ് 1 lakhൻ്റെ ആയിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ എഴുതാൻ ഞാൻ ഏറ്റവും ചുരുക്കി എഴുതിയതാണ്. സോ ഇങ്ങനെയാണ് നമ്മുടെ ഇതിൻ്റെ ജേണൽ എൻട്രി വരുന്നത്. നമ്മുടെ നെക്സ്റ്റ് കേസിന് വരുന്നതാണ് സബ് ഡിവിഷൻ ഓഫ് ഷെയർസ്. നേരത്തെ നമ്മൾ ചെയ്തത് ഡിനോമിനേഷനിലുള്ളതിനെ ലാർജർ ഡിനോമിനേഷൻ ആണ്, കൺസോളിഡേഷനിൽ അതാണ് നമ്മൾ ചെയ്തത്. ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മൾ ചെയ്യുക. അതായത് കൺവേർഷൻ തന്നെയാണ്. ലാർജർ ഡിനോമിനേഷനിലുള്ള ഷെയർസിനെ എന്താക്കുന്നു? സ്മോളർ ഡിനോമിനേഷനിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. സോ ഇവിടെ നമ്പർ ഓഫ് ഷെയർ കൂടാണ് ചെയ്യുക. അതായത് ഒരെണ്ണത്തിൻ്റെ ഓരോ ഷെയറിൻ്റെ വാല്യൂ കുറയാം. സോ അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് ഷെയർ എന്ത് ചെയ്യുന്നു? ഇവിടെ ഇൻക്രീസ് ആണ് ചെയ്യുക. പക്ഷേ എമൗണ്ടിൽ ഇവിടെയും നമുക്ക് ചേഞ്ച് ഒന്നും വരില്ല. കാരണം നമ്മൾ ഇവിടെ ജസ്റ്റ് ഷെയറിൻ്റെ വാല്യൂവിലല്ല ചേഞ്ച് വരുത്തുന്നത്, അതിൻ്റെ നമ്പറിനകത്താണ് ചേഞ്ചസ് വരുത്തുന്നത്. സോ അതിനെ ആ ഒരു ജേണൽ എൻട്രി അങ്ങനെ തന്നെ വരാം. ഓൾഡ് ഡിനോമിനേഷനുള്ളതിനെ ക്യാൻസൽ ചെയ്യുന്നു, ദെൻ ന്യൂ ഡിനോമിനേഷനുള്ളതിനെ എഴുതുന്നു. സോ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: 1 lakh ഇക്വിറ്റി ഷെയർസ്, ഒരെണ്ണത്തിന് 10 ആയിരുന്നു അതിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നത്. സോ നമ്മളതിനെ ഡിസൈഡ് ചെയ്യാണ് അതിൻ്റെ വാല്യൂ 1 rupees, ഒരു ഷെയറിന് 10 ഉണ്ടായിരുന്നിടത്ത് അതിനെ 1 ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ അതായത് ലാർജറിലുള്ളതിനെ സ്മോൾ ആക്കി കൺവേർട്ട് ചെയ്യണം. ഇതിൻ്റെ വാല്യൂവിൽ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. നമുക്ക് നോക്കാം പ്രോബ്ലത്തിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അതിൻ്റെ ജേണൽ ഇങ്ങനെയാണ് വരിക. നമ്മൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഓൾഡ് ഡിനോമിനേഷനുള്ളത്. സോ ഓൾഡ് നമ്മുടെ ഉണ്ടായിരുന്നത് നമ്പർ ഓഫ് ഷെയർ എന്ന് പറയുന്നത് 1 lakh ആയിരുന്നു. 1 lakh ഷെയർസ് ഇൻറ്റു 10 ആയിരുന്നു നമ്മുടെ ഫേസ് വാല്യൂ. സോ അതിൻ്റെ ടോപ്പ് വാല്യൂ എന്ന് പറയുന്നത് 10 lakhs ആയിരുന്നു. ദെൻ അതിനെ കൺവേർട്ട് ചെയ്യേണ്ടത് ഇക്വിറ്റി തന്നെ ന്യൂ ഡിനോമിനേഷൻ. അപ്പോൾ ന്യൂ ഡിനോമിനേഷൻ എന്ന് പറയുമ്പോൾ അതിന് നമ്പർ ഓഫ് ഷെയർസിലാണ് ഡിഫറൻസ് വരുന്നത്. 1 രൂപയാണ് ഒരു ഷെയറിന്. സോ 10 lakh ഡിവൈഡഡ് ബൈ 1 ചെയ്യുന്നത് എന്തായിരിക്കും? 10 lakhs ആയിരിക്കും. 10 lakh ഷെയർസ് ആയിട്ട് അതിനെ നമ്പർ ഓഫ് ഷെയർ എന്ന് പറയുന്നത് 10 lakhs ആയി. 1 lakh ഷെയർസ് ഉണ്ടായിരുന്നത് 10 lakh ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്പർ ഓഫ് ഷെയർസ് കൂടി. ദെൻ അതിൻ്റെ വാല്യൂ അത് തന്നെയാണ് വരാം. ഫേസ് വാല്യൂവിലാണ് നമുക്കിവിടെ ചേഞ്ച് വരുന്നത്. സോ നമുക്കതിൻ്റെ ബ്രാക്കറ്റിൽ എഴുതാം ബീയിങ് സബ് ഡിവൈഡഡ് എന്ന് പറഞ്ഞാൽ നറേഷന് കൊടുക്കാം. സോ ടോട്ടൽ വാല്യൂവിൽ ചേഞ്ച് വരുന്നില്ല. ജേണൽ എൻട്രീസ് വളരെ എളുപ്പമായിട്ട് തന്നെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വരുന്ന കേസാണ് കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻറ്റു സ്റ്റോക്ക്. അതായത് കമ്പനി അവരുടെ ഷെയർസ്, ഇക്വിറ്റി ഷെയർസിനെ ഇക്വിറ്റി സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ അതിനകത്ത് ഒന്നും തന്നെ ശ്രദ്ധിക്കാനില്ല, വളരെ എളുപ്പമാണ് എൻ്റെ ജേണൽ എൻട്രി. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതിന് ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടായിരുന്ന ഡെബിറ്റ് ആവുന്നു. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അത് സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇക്വിറ്റി സ്റ്റോക്കായിട്ട് കൺവേർട്ട് ബാലൻസാണ്. സോ അത് നമ്മൾ ക്രെഡിറ്റ് ചെയ്യുന്നു. ദെൻ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേഗം നോക്കാം. 1 lakhൻ്റെ ഇക്വിറ്റി ഷെയർസ് ആയിരുന്നു 10 each. സോ അതിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ എത്ര വരും? 10 ഇക്വിറ്റി സ്റ്റോക്കായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി വളരെ എളുപ്പമാണ്, നമുക്ക് എഴുതാം. വേഗം എഴുതാം. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അതിനെ കൺവേർട്ട് ചെയ്യുന്നത് സ്റ്റോക്കിലേക്കാണ്. സോ കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 1 lakh ഇൻറ്റു 10 ആയിരുന്നു ഷെയർ ക്യാപിറ്റലിൻ്റെ വാല്യൂ. സോ 10 lakhs നമ്മൾ കൺവേർട്ട് ചെയ്ത് ആ വാല്യൂ തന്നെയാണ്, ഒന്നും നോക്കാനില്ല, ജസ്റ്റ് ഒന്ന് എടുത്ത് എഴുതിയാൽ മതി. എന്നിട്ട് ബ്രാക്കറ്റിൽ കൊടുക്കുക കൺവേർട്ടഡ് ഇൻറ്റു സ്റ്റോക്ക്. നിങ്ങൾ ഉചിതം പോലെ നറേഷൻ കൊടുക്കുക. സോ ഇങ്ങനെയാണ് കൺവേർഷൻ ഓഫ് ഷെയർസ് ഇൻറ്റു സ്റ്റോക്കിൻ്റെ എൻട്രി വരുന്നത്.
ലാസ്റ്റ് വരുന്നൊരു മെത്തേഡാണ് ക്യാൻസലേഷൻ ഓഫ് അൺഇഷ്യൂഡ് ഷെയർസ്. അതായത് ചില സമയത്ത് കമ്പനിയുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യേണ്ടതായിട്ട് വരില്ല. സോ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അൺഇഷ്യൂഡ് ആയിട്ടുള്ള ഷെയർസിനെ ക്യാൻസൽ ചെയ്ത് കളയും. സോ ക്യാൻസൽ ചെയ്ത് കളയുന്നതിന് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ജേർണൽ എൻട്രി ഒന്നും എഴുതേണ്ട കാര്യമില്ല. മാത്രമല്ല ക്യാൻസലേഷൻ്റെ സമയത്ത് ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. കമ്പനി ഇത് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിൽ ഈ ഒരു ചേഞ്ചിൻ്റെ കാര്യം ഓതറൈസ് ചെയ്തിട്ടുണ്ടാകണം. അതുപോലെ തന്നെ എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങിൽ ഇതിൻ്റെ ഒരു സാങ്ഷൻ വാങ്ങിച്ചിട്ടുണ്ടായിരിക്കണം. മാത്രമല്ല രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് വിത്തിൻ 30 ഡേയ്സിനുള്ളിൽ, ഈ ഓൾട്ടറേഷനെ 30 ഡേയ്സിനുള്ളിൽ നമ്മൾ ഇതിൻ്റെ ഒരു നോട്ടീസ് സെൻഡ് ചെയ്തിരിക്കണം. ഇത്രയും 3 കാര്യങ്ങൾ മാത്രമാണ് ക്യാൻസലേഷൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളത്. അല്ലാതെ ജേർണൽ എൻട്രീസ് ഒന്നും തന്നെ ഈ ഒരു ക്യാൻസലേഷൻ ഓഫ് അൺഇഷ്യൂഡ് ഷെയർസിന്റെ കാര്യത്തിൽ വരുന്നില്ല. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻസിൻ്റെ മെയിൻ പോയിന്റുകളെല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ദി ചാനൽ ആൻഡ് ക്ലിക്ക് ദ ബെൽ ഐക്കൺ ഫോർ മോർ അപ്ഡേറ്റ്സ്. ബി യു, ബി യുണീക്ക്.